ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു തൈര് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ. ഈ കറി നമുക്ക് മൺചട്ടി തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 7-8 ചുമന്നുള്ളി മുഴുവനെ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ഒരു പരുവം കിട്ടത്തില്ല. ഉള്ളിയുടെ മേൽഭാഗമൊക്കെ ഒന്ന് മാറി വഴന്ന് വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ഞാനിതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കോടെല്ലാം എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിയും നമ്മുടെ ഇന്ത്യൻ സമയം 7:30 ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഓടിയെത്തണം കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നഖക്ക് ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് കൂടെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി തേങ്ങയും പിന്നെ ഒരല്പം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കാം, കാശ്മീരി മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ അതിന്. അപ്പോൾ ഇതാ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് മിക്സാക്കി ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങ് ലൂസാക്കി വെക്കരുത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ, നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഒരു കപ്പ്, വലിയ കപ്പിന് 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ആ തൈര് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് ലൂസാക്കി എടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. തിളച്ച് പോകരുത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്കിനി വാങ്ങി വെച്ചതിന് ശേഷം ഒരു താളിപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരല്പം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരുപാടാകണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2-3 ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും മണവുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ താളിപ്പ് ചേർത്ത ഉടനെ നമ്മൾ ഇളക്കി കോരാൻ നിൽക്കരുത്. ഉടനെ തന്നെ ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ഈ
കറി ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു മണവും രുചിയും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.